ഗൈസ് അങ്ങനെ ഞങ്ങൾ പിക്നിക്കിന് തയ്യാറായിട്ടുണ്ട്. എൻ്റെ ബാഗും പിടിച്ചുകൊണ്ടാണ് ഗൈസ് ശിവാനി നടക്കുന്നത്. പിക്നിക്ക് ഗൈസ് അപ്പുറത്തെ വീട്ടിലാകുമ്പോൾ നമ്മൾ വിശദമായിട്ട് നോക്കുന്നു. ഗൈസ് നോക്കണം ഗൈസ് കാശി പോടാന്ന് ഗൈസ് ആകുമ്പോൾ നമ്മൾ നിരൂക്ഷണമായിട്ട് നോക്കുന്നത് ഗൈസ്. ആദ്യം നമുക്ക് ഇവിടുന്ന് കറങ്ങി പോവാം. നിങ്ങൾ എങ്ങോട്ട് പോകണം? ഇങ്ങോട്ട് വാ. പിക്നിക്കിന് വെള്ളമൊന്നും എടുത്തില്ല ഗൈസ്, ചുമ്മാ പോവാ. മഞ്ജമ്മ എൻ്റെ അമ്മൂമ്മ ഗൈസ്. എന്തുവാടി കാശി എവിടെ? അതെ ഗൈസ് ഇതാവുമ്പോ ചുമ്മാ നമുക്ക് ചുറ്റി പറഞ്ഞ് ഇങ്ങനെ നടക്കാം. കാശി മുമ്പേ നടവാ ഗൈസ്. കുട്ടൻ ഇതാ നിനക്ക് ഇതുപോലെ ഇടാൻ അറിഞ്ഞൂടാ? ഇടാൻ പറ്റൂ. ഇതിൻ്റെ ഇവിടെ കൂടെ ഗൈസ് ഇവനെന്ത് അങ്ങനെയല്ല ഇടണ്ടേ, അങ്ങനെയല്ല കാശി ഇടണ്ടേ. എല്ലാം കണ്ട ബുദ്ധിമുട്ട്. അങ്ങോട്ടല്ല ഈ വഴി കൂടെ വാ. ഗൈസ് അങ്ങനെ നമ്മൾ ഈ വഴി കൂടെ പോവാം. ഈ വീട്ടിൽ ഐശ്വര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞിപ്പൂച്ച ചത്തുപോയി ഗൈസ്. എങ്ങനെ ചത്ത്? എടി ഫാഷൻ ഫ്രൂട്ട് ഗൈസ്, ഫാഷൻ ഫ്രൂട്ട്. ഐ ലവ് ഫാഷൻ. എന്തുവാടി ശിവാനി ഇനി കാണിക്കണേ? ഞാൻ എടുക്കുവാ, എനിക്കിത് വേണം ഗൈസ്. ഫാഷൻ ഫ്രൂട്ട് ഇവിടെ കിടക്കുന്ന. നല്ല പിക്നിക്ക് വന്ന സ്ഥലം, നല്ല ചെടിയൊക്കെ ഉള്ളതാണ്. ഞാൻ അമ്മൂമ്മയോട് ചോദിച്ചിട്ട് വരാം ഗൈസൊക്കെ. അമ്മൂമ്മയോട് ചോദിച്ചിട്ട് വരാം ഫാഷൻ ഫ്രൂട്ട് തരുമെന്ന് ചോദിക്കാം. അയ്യോ എന്തൊന്ന് ശിവാനി നിനക്ക് ചോദിക്കാം ഗൈസ്. അയ്യോ ഗൈസ് ഇന്ന് ഐശ്വര്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഫാഷൻ ഫ്രൂട്ട് കിട്ടൂല എന്ന് വേണമെങ്കിൽ പറയാം. വെറുതെ ചോദിക്കാൻ പോണോന്ന് എനിക്കൊരു ഡൗട്ട്. വേണോ ഗൈസ്? വേണമെന്നുണ്ട്, പക്ഷെ അന്യരുടെ അല്ലേ, നമ്മളെങ്ങനെ വെറുതെ വെക്കാം. അപ്പം നമുക്ക് പിക്നിക്കിലോട്ട് പോകാം. ഗൈസ് നല്ല പുല്ലുകൾ, ചീര നിന്റെ ഐഡിയടാ. അവിടെ കരിഞ്ഞു പോയി ഗൈസ്. ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഒരു തത്തമ്മയുണ്ട് ഗൈസ്, കാണിച്ചാൽ ഗൈസ്. ഇതാണ് തത്തമ്മ. അപ്പോൾ പാർട്ട് 6 ആയിട്ട് വന്നതായിരിക്കും. അപ്പോൾ ബൈ.